വെരി മക്കളെ, സ്റ്റഡി ടേബിളിലേക്ക് വരും എല്ലാവരും. സ്റ്റഡി ടേബിൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി 3rd ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് ആ ചാപ്റ്ററിൽ നിന്ന് മുൻ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നോക്കി ചോദ്യങ്ങൾ വരുന്ന രീതി മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോവാൻ. അതല്ലാതെ കുറേയേറെ വായിച്ച് കുറേ പഠിച്ചു വെച്ച് ചോദ്യത്തെക്കുറിച്ച് ചോദ്യം വരുന്ന രീതിയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ എക്സാമിന് പോയി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ വരാനും തെറ്റിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. സോ നമ്മള് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഏതാനും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റഡി ടേബിൾ യൂട്യൂബ് ചാനലിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് വരിക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ നീങ്ങണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, some statements are given below regarding the element with the atomic number 24. മക്കളെ, atomic number 24 എന്ന് പറയുമ്പോഴും 29 എന്ന് പറയുമ്പോഴും വേഗം നമ്മൾ ചിന്ത പോണം പ്രശ്നക്കാരായ രണ്ട് എലമെന്റ്സ് ആണ് അല്ലെ. നമ്മൾ പഠിച്ച സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ നമ്മൾ എഴുതുന്ന രീതിയിൽ നിന്നും വ്യത്യാസമുള്ള രണ്ട് കേസുകളാണ്. atomic number 24 ഉള്ള ക്രോമിയവും 29 ഉള്ള കോപ്പറും എന്നുള്ളത് ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ. ഓക്കെ, 24 പറഞ്ഞു. എന്താ അവർ പറയണത് നോക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ് ഈസ് 1s2 2s2 2p6 3s2 3p6 3d4 4s2. എന്താണ് 3d4 4s2 എന്നാണ് കൊടുത്തത്. അപ്പോൾ എങ്ങനെ 3d4 4s2 എന്ന് വരാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അതായത് 3d4 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ, d4 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ, അതേപോലെ d9 എന്ന കോൺഫിഗറേഷൻ, ഈ രണ്ട് കോൺഫിഗറേഷനും എന്ത് കുറവാണ്? സ്റ്റെബിലിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി കുറവായതുകൊണ്ട് ഇവര് ഈ രൂപത്തിൽ നിൽക്കൂല. അതായത് 3d4 എന്നുള്ള ആൾക്ക് ഒറ്റ ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ d5 എന്ന കോൺഫിഗറേഷനിൽ മാറും. അപ്പൊ അത് എല്ലാ ഓർബിറ്റലുകളും ഹാഫ് ഫിൽഡ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ അവർക്ക് സ്റ്റെബിലിറ്റി ആവും. അതേപോലെ d9 എന്നുള്ള ആൾക്കാര് അങ്ങനെ നിൽക്കൂല, d10 എന്ന കോൺഫിഗറേഷനിലേക്ക് മാറണം അല്ലെ. d4 ഉള്ളത് d5ലേക്ക് മാറുമ്പോ എല്ലാ ഓർബിറ്റലുകളും ഹാഫ് ഫിൽഡ് ആയി മാറി. d9 ഉള്ളത് d10 ആയി മാറിയാൽ എല്ലാവരും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി മാറി അല്ലെ. അപ്പൊ അതുകൊണ്ട് ഹാഫ് ഫിൽഡ് എന്ന് പറയുന്ന d5 എന്ന കോൺഫിഗറേഷനും അതുപോലെ തന്നെ ഫുൾ ഫിൽഡ് ആയിട്ടുള്ള d10 എന്ന കോൺഫിഗറേഷനും എന്താണ്? സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് d4ഉം d9ഉം സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അവരങ്ങനെ നിൽക്കൂല. അവരെന്ത് ചെയ്യും? വേഗം 4s നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും അല്ലെ. അങ്ങനെ 3d4 എന്ന കോൺഫിഗറേഷൻ മാറി ഏതാവും? 3d5 ആവും. 4s ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് വന്നത് അവിടെ 4s2 ഇനി ഉണ്ടാവില്ല, 4s1 ഉണ്ടാവുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഇത് നമ്മൾ പഠിക്കുന്ന 29 അറ്റോമിക് നമ്പർ ഉള്ള കോപ്പറിനും ഇതേ അവസ്ഥയാണ്. അവര് 3d9 എന്ന രൂപത്തിൽ അവസാനിക്കാൻ പാടില്ല. 3d9 4s2 എന്ന് അവസാനിക്കരുത്. എങ്ങനെ ആക്കി മാറ്റണം കുട്ടികളിനെ? 3d10 4s1 എന്നാക്കി മാറ്റണം. നമ്മള് എപ്പോഴും പല രൂപത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ 24 ഉള്ള ക്രോമിയവും 29 ഉള്ള കോപ്പറും വരുന്നുണ്ട്, തെറ്റിക്കരുത് കേട്ടോ. അപ്പൊ ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലല്ലോ, ശരിയല്ല. കാരണം 3d4 എന്ന് വരാൻ പാടില്ല. അടുത്തത്, ദ ലാസ്റ്റ് ഇലക്ട്രോൺ എന്റേഴ്സ് ദ d സബ്ഷെൽ. ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ നിറഞ്ഞത് d സബ്ഷെല്ലിലാണ്, ശരിയല്ലേ? ലാസ്റ്റ് ഇലക്ട്രോൺ നിറഞ്ഞ് 3d തന്നെയാണ്. എഴുതുമ്പോൾ അവസാനം നമ്മള് 4s എഴുതുമെങ്കിലും നമ്മള് ലാസ്റ്റ് ഇലക്ട്രോൺ നിറച്ചത് 4sലാണോ മക്കളെ? അല്ല, നമ്മൾ 3d നിറച്ച്. പിന്നെ എന്തെങ്ങള് ആ 3d എഴുതിയതിനു ശേഷം 4s എഴുതി? അത് 3sഉം 3pയും 3dയും തേർഡ് ഷെല്ലിൽ തന്നെയാണ്. തേർഡ് ഷെല്ലിൽപ്പെട്ട 3sഉം 3pയും 3dയും ഒരുമിച്ച് എഴുതി എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് മക്കളെ. ലാസ്റ്റ് ഇലക്ട്രോൺ പറഞ്ഞ d സബ്ഷെല്ലിൽ തന്നെയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം നമുക്ക് അല്ലെ. ദ എൽ വാല്യൂ, എന്താണ് എൽ വാല്യൂ ഓഫ് ദ സബ്ഷെൽ വേർ ദ ലാസ്റ്റ് ഇലക്ട്രോൺ എന്റേഴ്സ് ഈസ് 1. എൽ വാല്യൂ 1 ആണ്. ആരത്? ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്ത സബ്ഷെൽ. നോക്കൂ, അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്ത സബ്ഷെൽ ഏതാണ്? തൊട്ട് മുമ്പ് പറഞ്ഞത് d സബ്ഷെൽ അല്ലേ? ആണ്. d സബ്ഷെല്ലിന്റെ എൽ വാല്യൂ എത്ര മക്കളെ? അപ്പൊ എൽ വാല്യൂ പഠിച്ചു വെക്കണം. അഥവാ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞ ക്വാണ്ടം നമ്പർ വളരെ എളുപ്പമാണ്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ, ചില ആൾക്കാർ ക്വാണ്ടം നമ്പർ പറയുമ്പോഴേക്കും ആകെ പേടിയാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണോ, അസിമുത്തൽ എന്താണ്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതും അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ടപ്പേ എന്ന് ആൻസർ എഴുതാവുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ വരാറുള്ളൂ അല്ലെ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ മുന്നിലുള്ള ഷെൽ നമ്പർ അല്ലെ. 1s എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ തേടാ 1, 2s എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2, 2p എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അഥവാ n വാല്യൂ 2, 3s എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അഥവാ n വാല്യൂ 3, 3p എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അഥവാ n വാല്യൂ 3, 4s എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അഥവാ n വാല്യൂ 4. അപ്പൊ മുന്നിലുള്ള ഷെൽ നമ്പർ ആണെന്ത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അഥവാ n വാല്യൂ.
അത് മാറില്ലല്ലോ, ഇല്ല. നെക്സ്റ്റ് എന്താണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ അഥവാ എൽ വാല്യൂ ആണ് മക്കളെ. അത് നിങ്ങൾ കാണാൻ പഠിക്കേണ്ടല്ലോടാ. അതായത് എസ് എന്ന സബ്ഷെല്ല്, ഒന്നാമത്തെ എസ് സബ്ഷെല്ല്, അതിന്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ അഥവാ എൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. പി യുടേത് ഒറ്റൊന്ന് കൂടുന്നു 1, ഡി യുടെ എൽ വാല്യൂ 2, എഫിന്റെ എൽ വാല്യൂ 3, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ എൽ വാല്യൂ കാണാൻ പഠിക്കുക കേട്ടാ. ഈ സബ്ഷെല്ല് അത് 3s ആയിക്കോട്ടെ, 4s ആയിക്കോട്ടെ, 5s ആയിക്കോട്ടെ, എസ് ആണോ എൽ വാല്യൂ 0, പി ആണോ എൽ വാല്യൂ 1, ഡി ആണോ എൽ വാല്യൂ 2, എഫ് ആണോ എൽ വാല്യൂ 3. ഓക്കെ, അപ്പൊ ഇവിടെ ലാസ്റ്റ് സബ്ഷൻ മക്കളെ ഡി അല്ലടാ, ഡിയിലെ ലാസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞത് ആ ഡി എന്ന സബ്ഷനിലെ എൽ വാല്യൂ എത്രയാണ് 2 ആണ്. ഇവര് പറഞ്ഞ 1 ആണ്. അപ്പൊ ശരിയാണോ? അല്ല, എൽ വാല്യൂ 1 ഉള്ളത് ആർക്കാ? പീക്കാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. ലാസ്റ്റ് ഇലക്ട്രോൺ നിറഞ്ഞ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലായത് ഡി സബ്ഷെല്ലിലാണ്. ആ ഡി സബ്ഷെല്ലിന്റെ എൽ വാല്യൂ 1 അല്ല 2 ആണ്. നെക്സ്റ്റ് statement 4, the subshell containing outermost electron has 5 orbitals. മക്കളെ ഡി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ നിറക്കാം? 10 ഇലക്ട്രോൺ നിറക്കാം. 10 ഇലക്ട്രോൺ നിറക്കാൻ എത്ര ഓർബിറ്റൽ മതി? നേരെ പകുതി, 5 ഓർബിറ്റൽ മതി. കാരണം ഒരു ഓർബിറ്റലില് 2 ഇലക്ട്രോൺ നിറച്ചൂടെ. അപ്പൊ ഡി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? 5 ഓർബിറ്റൽ. ആ ഓർബിറ്റലിന്റെ എണ്ണം തന്നെയാണ് അതിന്റെ എം വാല്യൂ എന്ന് പറഞ്ഞിട്ടോ, അല്ലെ? അതായത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞ ഓർബിറ്റലിന്റെ എണ്ണമാണ്. അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓറിയന്റേഷൻ നാം ചോദിക്കുക, നമ്പർ ഓഫ് ഓർബിറ്റൽ നാം ചോദിക്കുക. ഹൗ മെനി ഓറിയന്റേഷൻ എന്ന് ചോദിച്ചാലും സെയിം ആൻസർ മക്കളെ. ഓക്കെ, ഓർബിറ്റലിന്റെ എണ്ണം ചോദിച്ചാലും നമ്പർ ഓഫ് ഓറിയന്റേഷൻ ചോദിച്ചാലും സെയിം ആൻസർ ആണ്. അപ്പൊ ഡി സബ്ഷെല്ലിൽ 5 ഓർബിറ്റൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അല്ലെങ്കിൽ ഡി സബ്ഷെല്ലില് അതില് 5 ഓറിയന്റേഷൻസ് ഉണ്ട്, അതില് ഓർബിറ്റൽസിന് 5 ഓറിയന്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. അപ്പൊ ഇത് ശരിയാണ്. അപ്പോ ഏതൊക്കെ ശരിയാണ്? 2ഉം 4ഉം ശരിയാണ്, 2ഉം 4ഉം ശരിയാണ്. അങ്ങനെ ആൻസർ വരുന്നുണ്ടോ? 2ഉം 4ഉം ശരിയാണ്. 2ഉം 4ഉം കറക്റ്റ് ആണ്, 1ഉം 3ഉം തെറ്റാണ്. ഓക്കെ, കറക്റ്റ് അല്ലേ? അപ്പോ വളരെ സിമ്പിൾ ആയിട്ട് ക്വാണ്ടം നമ്പർ പഠിച്ചു വെക്കണേ. എൻ എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള ഷെൽ നമ്പർ, എൽ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയ വാല്യൂ ആണ്. എസിന്റെ 0, പിന്റെ 1, ഡിന്റെ 2, എഫിന്റെത് 3. ഓക്കെ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഓർബിറ്റലിന്റെ എണ്ണം അല്ലെങ്കിൽ ഓറിയന്റേഷന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയി ഓർക്കുക. എസ് സബ്ഷെൽ എത്ര ഇലക്ട്രോൺ നടക്കാം? മാക്സിമം 2 ഇലക്ട്രോൺ നടക്കാം. അപ്പൊ എത്ര ഓർബിറ്റൽ ഉണ്ടാവുള്ളൂ? ഒരു ഓർബിറ്റൽ മതി അല്ലെ? കാരണം ഒരു ഓർബിറ്റൽ 2 ഇലക്ട്രോൺ നടക്കാം. എഫ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ മാക്സിമം ഫില്ല് ചെയ്യാം? 14 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം. 14 നടക്കാൻ എത്ര ഓർബിറ്റൽ മതി? നേരെ പകുതി 7 മതി. അപ്പൊ അതിൽ ഓർബിറ്റലിന്റെ എണ്ണം 7. നമ്പർ ഓഫ് ഓറിയന്റേഷൻ യൂസ് കഴിഞ്ഞാൽ 7. സിമ്പിൾ, കൂൾ. നെക്സ്റ്റ് രണ്ടാമത്തെ അയോണൈസേഷൻ എൻതാൽപി. അയോണൈസേഷൻ എൻതാൽപി ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ ലോവർ. എസ് ബ്ലോക്കിന് കുറവാണ്. ആരെക്കാളും? പി ബ്ലോക്കിനേക്കാൾ കുറവാണ്. മക്കളെ, അയോണൈസേഷൻ എൻതാൽപി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് പീരിയോഡിക് ടേബിളിൽ ആറ്റത്തിന്റെ സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് രണ്ട് സെയിം അല്ല മക്കളെ. റേഡിയസ് കൂടാറിന സൈസ് കൂടും അല്ലെ? അപ്പോ പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ 1, 2 ഗ്രൂപ്പുകാർ നല്ല വലിപ്പമുള്ള ആൾക്കാരാണ് അല്ലെ? സൈസ് ഏറ്റവും കൂടിയ ആൾക്കാരാ. അങ്ങോട്ട് ഇങ്ങനെ പോണനുസരിച്ച് ക്ഷീണിച്ച് സൈസ് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ് ഏറ്റവും സൈസ് കൂടുതൽ. പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ്, പിന്നെ 3, 4 ഇങ്ങനെ പോയി അങ്ങനെ 16 എന്ന് പറഞ്ഞപ്പോ സൈസ് കുറഞ്ഞു. 17th ഗ്രൂപ്പ് അതിനേക്കാൾ കുറഞ്ഞു. 18th ഗ്രൂപ്പാണ് ഏറ്റവും സൈസ് കുറഞ്ഞ ആൾക്കാർ അല്ലെ? എന്തിനാ മക്കൾ നമ്മളിവിടെ സൈസ് പറഞ്ഞത്? സൈസിന് നേരെ ഓപ്പോസിറ്റ് അല്ലെ, നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറയാം. സൈസിന് ഓപ്പോസിറ്റ് ആണ് അയോണൈസേഷൻ എൻതാൽപി അല്ലെ? സൈസ് ഏറ്റവും കൂടിയ ഫസ്റ്റ് ഗ്രൂപ്പിനായിരിക്കും അയോണൈസേഷൻ എൻതാൽപി ഏറ്റവും കുറവ്. ആ ഫസ്റ്റ് ഗ്രൂപ്പ് തന്നെ താഴത്തേക്ക് പോണനുസരിച്ച് ബോട്ടത്തിലേക്ക് പോണനുസരിച്ച് സൈസ് വീണ്ടും കൂടി വരികയാണ്. അപ്പൊ സൈസ് കൂടുന്നതനുസരിച്ച് അയോണൈസേഷൻ എൻതാൽപി കുറഞ്ഞു വരും. എന്താ മക്കൾ അയോണൈസേഷൻ എൻതാൽപി? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. എന്താ അറിയോ? ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ, ഏറ്റവും പുറമേയുള്ള ഒരു ആറ്റത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഷെൽ അഥവാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ആ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നമുക്ക് കണ്ട് പറിച്ചെടുത്താണ്ട് കൊണ്ടുപോകണം. ഒരു ഇലക്ട്രോൺ പറിച്ചെടുക്കാൻ ഇങ്ങനെ പറിച്ചെടുക്കേണ്ട ആവശ്യം എന്താ? ആ പറിച്ചെടുക്കാൻ കാരണം എന്താ അറിയോ? ഈ പറഞ്ഞ എലമെന്റിന്റെ ആറ്റത്തിന്റെ സെൻട്രൽ റീജിയൻ അല്ല, കോർ റീജിയൻ അല്ല, നമ്മുടെ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്. കാരണം ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ ഉണ്ട്, ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺ ഉണ്ട്. ആ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ ഉള്ളതുകൊണ്ട് ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് ആണ്. അപ്പോ ഈ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് ഈ ഇലക്ട്രോണിന്റെ ഒക്കെ ചാർജ് ഓപ്പോസിറ്റ് ആണ്, നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ ന്യൂക്ലിയസ് ഇങ്ങനെ ഒരു മാഗ്നറ്റ്, ഒരു കാന്തം, ഒരു ഇരുമ്പിന്റെ വസ്തുവിനെ അട്രാക്ട് ചെയ്യുന്നത് പോലെ ഈ മാഗ്നറ്റ് ഷെൽ ആ ഇലക്ട്രോൺ എങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ
ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യുന്ന ഇലക്ട്രോണിനെ കൊണ്ടുപോകണമെങ്കിൽ പറിച്ചെടുത്ത് തന്നെ കൊണ്ടുപോകണം, വെറുതെ പോകാൻ പറ്റില്ല അല്ലെ. അപ്പൊ വലിയ ആൾക്കാർ, സൈസ് ഏറ്റവും കൂടിയ ആൾക്കാർക്ക് ഈ ന്യൂക്ലിയസ് നിന്ന് അവസാനത്തെ ഷെല്ലുകൾ, ഔട്ടർ മോസ്റ്റ് ഷെല്ലുകളുടെ ഡിസ്റ്റൻസ് കൂടുതലല്ല മക്കളെ. അപ്പൊ അട്രാക്ഷൻ കുറയില്ലേ ഡിസ്റ്റൻസ് കൂടുമ്പോ. അപ്പൊ നമുക്ക് പറിച്ചെടുക്കാൻ വലിയ റിസ്ക് ഉണ്ടാവില്ല അല്ലെ. അതുകൊണ്ടാണ് സൈസ് കൂടുമ്പോ ഈ പറിച്ചെടുക്കാനുള്ള ഊർജത്തെയാണ്, എനർജിയെ നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി വിളിക്കുക അല്ലെ. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ അതാണ് എന്ത്, എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആറ്റം. ഒരു ആറ്റത്തിന്റെ ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ എത്ര എനർജി ഉപയോഗിക്കണം, അതാണ് ആറ്റത്തിന്റെ അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പൊ വലിയ സൈസുള്ള ഫസ്റ്റ് ഗ്രൂപ്പിൽ താഴെയുള്ള ആള്, ഏറ്റവും സൈസ് കൂടിയ ആൾ അല്ലെ, ഫസ്റ്റ് ഗ്രൂപ്പിൽ ഏറ്റവും താഴെയുള്ള ആളാണ് ഏറ്റവും സൈസ് കൂടിയ ആള്. ആ ഏറ്റവും സൈസ് കൂടിയ ആൾക്ക് അയോണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവാവും. കാരണം ആ ന്യൂക്ലിയസ് എന്നുള്ള അട്രാക്ഷൻ വളരെ കുറച്ചുണ്ടാവുള്ളൂ ഏറ്റവും പുറമേയുള്ള ഷെല്ലിക്ക്. അപ്പൊ കുറച്ച് എനർജി ഉപയോഗിച്ചാൽ മതി. സൈസ് ഏറ്റവും കുറഞ്ഞ 18ാം ഗ്രൂപ്പ്, 18th ഗ്രൂപ്പുള്ള ആൾക്കാർക്കോ അയോണൈസേഷൻ ഏറ്റവും കൂടുതലായിരിക്കും. അപ്പൊ അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ എഴുതുക. വിച്ച് എലമെന്റ് ഇൻ ദ സെക്കൻഡ് പീരീഡ്, മക്കളെ സെക്കൻഡ് പീരീഡിലുള്ള ഏത് എലമെന്റിനാണ് ഹൈയസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പൊ ഹൈയസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി, അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ എന്ന് പറയുമ്പോൾ എന്ത് കുറയണം മക്കളെ, സൈസ് കുറയണ്ടേ. സൈസ് കുറയാൻ നമ്മൾ 1ാം ഗ്രൂപ്പിൽ തിരഞ്ഞാൽ മതിയോ, അല്ല അങ്ങോട്ട് പോണല്ലേ, ആ 18th ഗ്രൂപ്പിലേക്ക് പോകണ്ട. അപ്പൊ സെക്കൻഡ് പീരീഡില് 18th ഗ്രൂപ്പ്, മക്കളെ പീരീഡ് ടേബിൾ നോക്കി നിങ്ങള്, ഇത് ഫസ്റ്റ് പീരീഡ് ആണ് അല്ലെ, ഇത് ഫസ്റ്റ് പീരീഡ് ആണ്. ആകെ 2 എലമെന്റേ ഉള്ളൂ, ഹൈഡ്രജനും ഹീലിയവും. ഇത് ഫസ്റ്റ് പീരീഡ്. ദെൻ സെക്കൻഡ് പീരീഡ് ലിഥിയം, ബെറീലിയം ഇങ്ങനെ പോയിട്ട് ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. മക്കളെ ഇതല്ലേ 18th ഗ്രൂപ്പ് അല്ലെ, ഇവരല്ലേ 18th ഗ്രൂപ്പ് പേര്. അപ്പോ 18th ഗ്രൂപ്പ് അല്ലേ സൈസ് ഏറ്റവും കുറഞ്ഞ ആൾക്കാര്. സൈസ് ഏറ്റവും കുറഞ്ഞ സെക്കൻഡ് പീരീഡിൽ സൈസ് ഏറ്റവും കുറഞ്ഞ ആളാണ് അറ്റോമിക് നമ്പർ 10 ഉള്ള നോബിൾ ഗ്യാസ് ആയ നിയോൺ, Ne എന്ന സിമ്പിൾ, Ne എന്ന സിമ്പിൾ. അപ്പോ Ne നിയോൺ ആണ് സൈസ് ഏറ്റവും കുറവ്. അപ്പൊ അവർക്കാണ് അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ ഇതില് സെക്കൻഡ് പീരീഡിൽ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകണേ. The atoms of element A and B each have 3 shell. എക്കും ബിക്കും മക്കളെ 3 ഷെല്ലാണ്. എടാ 3 ഷെല്ല് എന്ന് പറയുമ്പോൾ ഉറപ്പിച്ചോളി, ഷെൽ നമ്പർ ഈസ് ഈക്വൽ ടു പീരിയഡ് നമ്പർ അല്ലെ. അപ്പോ 3 ഷെല്ല് ഉണ്ട് ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഓർക്കുക, 2 ആള് എവിടെയാടാ, 3rd പീരീഡിലെ 2 ആൾക്കാരുള്ള. ഓക്കെ ആണല്ലോ. ഇനി എലമെന്റ് എ ബിലോങ്സ് ടു 13th ഗ്രൂപ്പ്, എലമെന്റ് ബി ബിലോങ്സ് ടു 16th ഗ്രൂപ്പ്. ഗ്രൂപ്പ് നമ്പറും പറഞ്ഞു. അപ്പൊ ഹിന്റ് തരണം നമുക്ക്. അതായത് ഇവരുടെ ഇത്രാമത്തെ പീരീഡിലാണ്, ഏത് പീരീഡിലാ, 3rd പീരീഡിലാണ്. ഒരാള് 13th ഗ്രൂപ്പിലാണ്, ഒരാള് 16th ഗ്രൂപ്പിലാണ്. ഇനി നമ്മളോട് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺഫിഗറേഷൻ കാണാനും അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവുന്ന ഉറപ്പാണ്. ഓക്കെ, റൈറ്റ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ കോൺഫിഗറേഷൻ ഓഫ് എ ആണ് ചോദിച്ചത്. ആയിക്കോട്ടെ. ഇനി വിച്ച് ബ്ലോക്ക് ഡു ദീസ് 2 എലമെന്റ്സ് ബിലോങ്, പിന്നെ 2 ആളും ഉൾപ്പെടുന്ന ബ്ലോക്കും ചോദിച്ചിരിക്കണേ. അപ്പൊ അതിന് 2 ആളുകൊണ്ട് കണ്ടുവെക്കുക അല്ലെ. അത് നമ്മൾ എയിലേക്ക് പോ മക്കളെ, എയും ബിയും. എടാ എയും ബിയും 2 ആളും 3rd പീരീഡിലാണെന്ന് പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞിരിക്കണ്. 3rd 3 ഷെല്ല് ഉണ്ട് എന്ന് പറഞ്ഞു. അതന്നെ 3 ഷെല്ല് ഉണ്ട് പറഞ്ഞാൽ 3 പീരീഡ് ഉണ്ടാവും. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, ഇയാള് 13th ഗ്രൂപ്പില്, 13th ഗ്രൂപ്പിലാണ്, ബി ഓഫ് 16th ഗ്രൂപ്പ്. അല്ല 13 ആണെങ്കിലും 16 ആണെങ്കിലും ഏത് ബ്ലോക്കാ, പി ബ്ലോക്ക് അല്ലേ. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ ഏത് ബ്ലോക്കാണ്, പി ബ്ലോക്ക് ആണ് ഉറപ്പാണ്. അങ്ങനെ പി ബ്ലോക്ക് ആണെങ്കിൽ, പി സബ്ഷെല്ലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ആയതെങ്കിൽ നമ്മള് ഗ്രൂപ്പ് കാണാൻ എത്രയാ ആഡ് ചെയ്തിരുന്നത്, പി സബ്ഷെല്ലിലാണ് ഒരു സബ്ഷെല്ലിട്രോൺ കോൺഫിഗറേഷൻ അവസാനിക്കുന്നതെങ്കിൽ ആ പി സബ്ഷെല്ലിൽ മുകളിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തിനോട് എത്രയാ നമ്മൾ ആഡ് ചെയ്ത് ഗ്രൂപ്പ് കാണാൻ, 12 ആഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഗ്രൂപ്പ് നമ്പർ 13, ഏഴ് ഗ്രൂപ്പ് നമ്പർ 13 ആണെന്ന് പറയുമ്പോൾ പി ബ്ലോക്ക് ആണ് ഉറപ്പായി. അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പ് ആയ 13 കിട്ടിയത് ആ പി ബ്ലോക്കിലുള്ള ഇലക്ട്രോൺ എടുത്തുകൊണ്ട് 12 ആഡ് ചെയ്തപ്പോഴല്ലേ. എന്നാ 12 ആണ് കുറച്ചാൾ ചെയ്യുന്നത്, 13 12 ആണ് കുറച്ചത്രേ 1 എന്ന് പറഞ്ഞാ ഇത് 3p1 അവസാനിച്ചിട്ടുണ്ടാവുക. ഇനിയോ ഇയാള് ബി എന്ന് പറയുന്ന എലമെന്റ് ഗ്രൂപ്പ് നമ്പർ 16 12 ഓർക്കടാ. കാരണം എന്തിനീ 12 ഓർക്കണേ സാറേ, അതായത് നമ്മൾ 12 ആഡ് ചെയ്തിട്ടല്ലേ ഗ്രൂപ്പ് നമ്പർ കണ്ടിട്ടുണ്ടാവുക പി ബ്ലോക്ക് ആണെങ്കിൽ. അപ്പൊ പി ബ്ലോക്ക് ആണ് ഉറപ്പായില്ലേ. അപ്പൊ 16 12 കുറക്കുക, അപ്പൊ എത്രയാണ് 4. അപ്പൊ ഇത് അവസാനിക്കുന്ന 3p4 അപ്പൊ നമുക്ക് എയുടെയും ബിയുടെയും സബ്സ്റ്റിറ്റ്യൂഷൻ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റില്ലേ അല്ലെ. അത് 3p1 അവസാനിക്കുന്ന ഒരാൾ 3p4 അത് മുഴുവനാക്കി എഴുതുകയാണെങ്കിൽ കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ
1s2 അല്ലെ 2s2 2p6 3s2 then 3p1. അടുത്ത ബി ഇവിടെ എഴുതുമ്പോ 1s2 2s2 2p6 3s2 3p4 രണ്ടാളുടെയും എഴുതിട്ടോ. അപ്പൊ നമുക്ക് എ ചോദ്യം എന്താണ്? എയുടെ എഴുതാൻ എയുടെ എഴുതി. ഓക്കെ, ഇനി ബി ചോദ്യം മക്കളെ, രണ്ടാളും ഏത് ബ്ലോക്കിലാണ്? അപ്പോ ഈ ഗ്രൂപ്പ് ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലെ. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ 13th ഗ്രൂപ്പ് അതേപോലെ തന്നെ 16th ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടല്ലോ. ഗ്രൂപ്പ് പറയുമ്പോൾ തന്നെ ഇതൊന്നും എഴുതിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഗ്രൂപ്പ് പറഞ്ഞാൽ തന്നെ ബ്ലോക്ക് കിട്ടും. കാരണം 13ഉം 16 ഒക്കെ ഗ്രൂപ്പ് ഏത് ബ്ലോക്കിലാ? പി ബ്ലോക്കിലാണ്. എഴുതിയാലും കിട്ടും. ലാസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് പി സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ഒരു പി ബ്ലോക്ക് ആണ്. വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ മക്കളെ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഥവാ ചാർജ് എങ്ങനെ കാണാ? എവിടെന്ന് കാണാനാണ്? ഇൻ ഇറ്റ്സ് ക്ലോറൈഡ് കോമ്പൗണ്ട്. അതിന്റെ ക്ലോറൈഡ് കോമ്പൗണ്ട് ആണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന്. ഈ ക്ലോറൈഡ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോ ഇവര് എത്ര ഇലക്ട്രോണെയാണ് വിട്ടുകൊടുക്കുക, എത്ര ഇലക്ട്രോണെയാണ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അറിയേണ്ടത് അല്ലെ. എത്ര ഇലക്ട്രോണെയാണ് ഇവര് ഡൊണേറ്റ് ചെയ്യാറുള്ളത്, എത്ര ഇലക്ട്രോണാണ് ഇവര് ഡൊണേറ്റ് ചെയ്യാന്ന് പറയുമ്പോ ഇതിന്റെ ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഇടാം? അഥവാ എങ്ങനെയാണ് ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുക? ഇവർ എത്ര ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു, ആ എണ്ണം വെച്ചല്ലേ മക്കളെ പറയാറുള്ളത് ആണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുക ആക്സെപ്റ്റ് ചെയ്യുന്ന അറിയാം. അതായത് ഒരു ഷെല്ല് ഇങ്ങനെ മനസ്സിലാക്കുക. 1 തുടങ്ങണപ്പോ 1ാമത്തെ ഷെല്ല്, 2 തുടങ്ങണൊക്കെ 2ാമത്തെ ഷെല്ല്, 3 തുടങ്ങണൊക്കെ 3ാമത്തെ ഷെല്ല്. അപ്പൊ മക്കളെ ഇവർക്ക് എ എന്ന എലമെന്റിൽ എത്ര ഷെല്ല് ഉണ്ട്? ആറ്റത്തില് 3 ഷെല്ല് ഉണ്ട് അല്ലെ. അപ്പൊ 3ാമത്തെ ഷെല്ലല്ലേ ഔട്ടർ മോസ്റ്റ് ഷെല്ല്? 4 ഷെല്ല് എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഷെല്ല് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ഇവിടെ 3 ഷെല്ല്, അപ്പൊ 3ാമത്തെ ഷെല്ല്. ആ 3ാമത്തെ ഷെല്ല് അഥവാ ഇവിടെയുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ല് ആകെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 + 1 3 ഇലക്ട്രോണിലെ മക്കളെ. 3 ഇലക്ട്രോൺ ആണ് ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. 3 ഇലക്ട്രോൺ ആണെങ്കിൽ അവർ എന്ത് ചെയ്യും? ആ 4 ഇലക്ട്രോണിന് താഴെയാണെങ്കിൽ എത്ര നാലാണ് വിട്ടുകൊടുക്കും. 4 ഇലക്ട്രോണിന് കൂടുതലാണെങ്കിൽ സ്വീകരിക്കും അല്ലെ. അങ്ങനെ ഓർക്കേണ്ടത്. അതായത് 8 ഇലക്ട്രോൺ ആവുമ്പോഴേ സ്റ്റേബിൾ ആവുക. 8ന്റെ നേരെ പകുതിയാണ്, ഹാഫ് ആണ് എത്ര? 4 എന്ന് പറയുന്നത്. അപ്പൊ ഹാഫ് പോലും ഇല്ലെങ്കിൽ 4നും താഴെയാണ്, ഇവിടെ 3 അല്ലേ ഉള്ളൂ, 4നും താഴെയാണെങ്കിൽ അവർ ഇനി 8 ഇലക്ട്രോൺ ആവാൻ അവരെ കൊണ്ട് ഇലക്ട്രോൺ വാങ്ങാൻ അവരെ കൊണ്ട് പറ്റൂല. അവരുടെ അടുത്തുള്ള ഇലക്ട്രോൺ കൊടുക്കും. എന്നാൽ 4 കൂടുതൽ 5, 6, 7 ഒക്കെ ഉണ്ട് ലാസ്റ്റ് ഷെല്ലെങ്കിൽ അവർ 8 ആവാൻ വേണ്ടി ഇലക്ട്രോണിനെ വാങ്ങും. അപ്പോ 3 എന്ന് പറഞ്ഞാൽ 2 + 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉള്ളത്. അവരെന്താ ചെയ്യാ? 4ഉം കൂടി ഇല്ലല്ലോ, 4നും താഴെയല്ലേ. അപ്പൊ അവർ ആ 3 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും മക്കളെ. ഡൊണേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് ചാർജ് എന്താ വരിക? പോസിറ്റീവ് അല്ലെ. നമ്മളെ കയ്യിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം, നമുക്ക് ഏറെ ഇഷ്ടം ഉണ്ടായിട്ടും നമ്മൾ ഒപ്പമുള്ള ആളെ കയ്യിൽ അത് ഇല്ലാതാവുമ്പോ അതാണ് കൊടുക്കുക എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനം കയ്യിൽ കുറെ ഉണ്ടാവുമ്പോ ഇത് കൊണ്ടേക്കോ, എടി എനിക്ക് ഇന്റെ വക എന്ന് പറഞ്ഞ് കൊടുക്കുന്ന അർത്ഥമില്ല അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് പൂതി ഉണ്ട്, ഒരു മിഠായി നമുക്ക് ഇഷ്ടമുള്ള മിഠായിയാണ്, നമ്മുടെ അടുത്ത് 2 ഉണ്ട്, 2 തിന്നാൻ നല്ല പൂതി ഉണ്ട്, എന്നാലും മറ്റാൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഒന്നങ്ങോട്ട് കൊടുക്കുക പറയുമ്പോൾ നല്ലൊരു ക്വാളിറ്റിയാണ്. അതുപോലെ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാറുണ്ടാൽ പോസിറ്റീവ് ചാർജാണ് കിട്ടുക. അപ്പൊ 3 ഇലക്ട്രോണിനെ കൊടുത്താൽ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മക്കളെ വരിക +3. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ എ എന്ന് പറയുന്ന കോമ്പൗണ്ട് അത് ക്ലോറിൻ മാത്രമല്ല, ഏത് കോമ്പൗണ്ട് ഉണ്ടാക്കിയാലും ഇവര് 3 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ് വരിക. അടുത്ത മക്കളെ അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. കറക്റ്റ് പുതിയ പാറ്റേണിൽ ചോദ്യ പേപ്പറിൽ അസേർഷൻ റീസൺ ടൈപ്പ് ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യവും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അത് ഒരാൾ എത്രത്തോളം ആ കോൺസെപ്റ്റ് പഠിച്ച് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അസേർഷൻ റീസൺ ടൈപ്പും അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പും. അപ്പൊ കറക്റ്റ് പഠിക്കുന്നത് മനസ്സിലാക്കി പഠിക്കുക. വെറുതെ ഇങ്ങനെ കഴിഞ്ഞുള്ള കുറെ ഏതൊക്കെ ചോദ്യം ചോദിച്ചിരിക്കണ ഇമ്പോർട്ടന്റ് ആണെന്ന് ആരെയും പറഞ്ഞാൽ മാത്രം പഠിക്കുക, അങ്ങനെയല്ല. നമ്മൾ ചാപ്റ്റർ വൃത്തിയായി പഠിച്ചിട്ട് ചോദ്യങ്ങൾ ചെയ്യുക കേട്ടോ. അല്ല ചോദ്യങ്ങൾ തെരഞ്ഞെടുത്തിട്ട് ആ ഭാഗം മാത്രം പെറുക്കി പഠിച്ചു കഴിഞ്ഞാൽ പുതിയ പാറ്റേൺ പ്രകാരം നമുക്ക് മാർക്ക് നേടാൻ പ്രയാസമായിരിക്കും. അപ്പൊ മക്കളെ, അപ്പൊ അസേർഷൻ എന്താ കൊടുത്തത്? ഇൻ ഡി ബ്ലോക്ക് എലമെന്റ്സ്. അസേർഷൻ സ്റ്റേറ്റ്മെന്റ് തന്നെയാ കേട്ടോ. ഡി ബ്ലോക്ക് എലമെന്റ്സില് electrons fill in the outermost S subshell before filling in the penultimate D subshell. അങ്ങനെ തന്നെ മക്കളെ, D subshell അഥവാ penultimate എന്ന് പറയുമ്പോൾ ഔട്ടർമോസ്റ്റ് S subshell എന്ന് പറയുമ്പോൾ മിക്കതിൽ നമ്മൾ പഠിക്കുന്നതിലൊക്കെ 4s അല്ലെ. 4s എന്ന ഔട്ടർമോസ്റ്റ് സബ്ഷെല്ലിൽ എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഷെല്ലിലാണല്ലോ, 4ാമത്തെ ഷെല്ലിലാണ് എസ് സബ്ഷെൽ ഉള്ളത്. എന്നാൽ അതിന്റെ ഉള്ളില് 3ാമത്തെ ഷെല്ലിൽ ആര് വരുന്നുണ്ട്? 3D വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉള്ളിലുള്ള പെനൾട്ടിമേറ്റ് ആയ ഡി സബ്ഷെല്ലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതിന് ബിഫോർ, അതിന് മുമ്പ് നമ്മൾ 4s ഇലക്ട്രോൺ ഇറക്കുന്നുണ്ട്. ശരിയല്ലേ മക്കളെ? കറക്റ്റ് ആണ്, ശരിയാണ് അല്ലെ. ദെൻ ഔട്ടർ 4s സബ്ഷെൽ ഹാസ് ഹയർ n വാല്യൂ
ദാൻ പെനൾട്ടിമേറ്റ് 3D സബ്ഷെൽ. മക്കളെ ഈ n വാല്യൂവിന് എന്തുണ്ട്? 3D സോറി ഈ പറഞ്ഞ ഫോറസ്റ്റ് സബ്ഷെല്ലിന് അതേപോലെ 3D സബ്ഷെല്ലിന്റെയും n വാല്യൂ നോക്കുക. രണ്ടാളി n വാല്യൂ നോക്കുക. മക്കൾ എന്താണ് n വാല്യൂ? നേരത്തെ പറഞ്ഞില്ലേ, മുന്നിലുള്ള ഈ ഷെൽ നമ്പർ ആണ് n വാല്യൂ. ഫോറസ്റ്റ് എഴുതുമ്പോൾ മുമ്പിലുള്ള നമ്പർ എത്രയാടാ? 4. അപ്പൊ ഇവിടെ ഇതിന്റെ n വാല്യൂ 4 അല്ലെ. അതേപോലെ തന്നെ 3D സബ്ഷെല്ല്, ആ 3D സബ്ഷെല്ലിന്റെ n വാല്യൂ എത്രയാണ്? മുമ്പിൽ 3 ആണ്. അപ്പൊ അതിന്റെ എത്രയാണ്? n വാല്യൂ 3 ആണ്. അപ്പൊ ഇവിടെ ഈ ഔട്ടർ മോസ്റ്റ് ഫോറസ്റ്റിന് n വാല്യൂ കൂടുതലാണ്. അതിന്റെ ഉള്ളിലുള്ള 3Dക്കോ n വാല്യൂ എന്താണ്? കുറവാണ്. n വാല്യൂ കുറവാണ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ അസേർഷൻ എന്ന് പറയുന്ന പോയിന്റ് കറക്റ്റ് ആണ്. നമുക്കറിയാം, ആദ്യം നമ്മള് ഫോറസ്റ്റ് നിറച്ചിട്ട് 3D നിറച്ചത്. റീസൺ എന്ന പോയിന്റും ശരിയാണ്. ഫോറസ്റ്റിന് n വാല്യൂ കൂടുതലാണ്, 4 ഉണ്ട്. എന്നാൽ 3Dക്ക് n വാല്യൂ 3 ഉള്ളൂ. പക്ഷെ മക്കളെ ഇവിടെ ഇതിനുള്ള റീസൺ അതാണോ? അതായത് എന്തുകൊണ്ടാണ് 3Dയിൽ ആദ്യം ഇലക്ട്രോൺ നിറക്കാതെ ഫോറസ്റ്റിക്ക് പോവാൻ കാരണം എന്താ? അത് n വാല്യൂ മാത്രം നോക്കിയാണോ? അല്ല, n+l വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. എനർജി തീരുമാനിക്കുന്ന n+l വാല്യൂ നോക്കിയിട്ടാണ്. രണ്ടും ഇത് n വാല്യൂ മാത്രം നോക്കിയിട്ടല്ല. അപ്പൊ ഇവിടെ അസേർഷനും റീസണും ഒക്കെ ശരിയാണ്. പക്ഷെ അസേർഷന്റെ എക്സ്പ്ലനേഷൻ അല്ല എന്ത്? റീസൺ. ഓക്കെ ആണല്ലോ. അപ്പോ ഇവിടെ ഏതാ കറക്റ്റ്? A and R are correct, but R is not the correct explanation of A. ഓക്കെ ആണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കേട്ടോ. The subshelitron configuration of an element X is given. Subshelitron configuration തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പർ. ഈ എന്ത് ചോദ്യമാണല്ലേ? സബ്ഷെൽട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ കാണാൻ ജസ്റ്റ് ഇതിന്റെ മുകളിൽ ഇലക്ട്രോൺ എണ്ണം കൂട്ടിയാൽ പോരെ. 2 + 2 4 + 6 10 12 18 23 25. നമ്പർ 25. എന്നിട്ട് ചോദിക്കണം അടുത്തത് ഇത് ഏത് ഗ്രൂപ്പിലാ വരികയെന്ന്. മക്കളെ ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ നിറഞ്ഞത് ഫോറസ്റ്റിലാണോ? പലപ്പോഴും ചാടിക്കരി തെറ്റിക്കുന്ന കേട്ടോ. ലാസ്റ്റ് സബ്ഷെല്ല് നോക്കിയിട്ട് ആ ലാസ്റ്റ് സബ്ഷെല്ലാണ് ഇലക്ട്രോൺ ഫില്ലായത്, അവസ്ഥ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് എന്ന് കരുതരുത്. പകരം ഇവിടെ 3Dയിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലായത്. ഇല്ല, 3Dയിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ആയിട്ടുള്ളത്. അതുകൊണ്ട് 3D വെച്ചാണ് നോക്കേണ്ടത് നമ്മൾ ഗ്രൂപ്പ് ഒക്കെ അല്ലെ. ഡിയിൽ അവസാനിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കാണുക? ആ ഡിയിലുള്ള ഇലക്ട്രോൺ എണ്ണം പ്ലസ് ഫോറസ്റ്റിലുള്ള ഇലക്ട്രോൺ എണ്ണം. ഡിയിൽ 5 ഉണ്ട്, തൊട്ടടുത്ത് ഫോറസ്റ്റിൽ 2 ഉണ്ട്. 5 + 2 എത്രയാണ്? 7 ആണ് അല്ലെ. എസിലാണ് അവസാനിച്ചതെങ്കിൽ അതിനുള്ള ഇലക്ട്രോൺ എണ്ണത്തിനോട് 0 കൂട്ടുക എന്ന് പറഞ്ഞാൽ S1ൽ അവസാനിച്ചാൽ 1 + 0 1 എന്ന ഗ്രൂപ്പ്. S2ൽ അവസാനിച്ചാൽ 2 + 0 2 എന്ന ഗ്രൂപ്പ്. പിയിൽ അവസാനിച്ചാൽ പിയിലുള്ള ഇലക്ട്രോൺ എണ്ണത്തിനോട് കൂടെ 12 ആഡ് ചെയ്യാം അല്ലെ. P3 എന്ന് അവസാനിച്ചാൽ ഗ്രൂപ്പ് നമ്പർ 2P3 അവസാനിച്ചു. ഗ്രൂപ്പ് നമ്പർ എത്ര? പിയിൽ 3 ആണെങ്കിൽ 3 + 12 15 അല്ല. അങ്ങനെയാണ് കാണുക. ഡി ആണെങ്കിൽ ആ ഡിയിലുള്ളതും ഫോറസ്റ്റിലുള്ളതും കൂടി കൂട്ടണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക്. ആൻ എലമെന്റ് എ ബിലോങ്സ് ടു 4th പീരീഡ്. മക്കളെ 4th പീരീഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഷെൽ നമ്പർ 4 അല്ലെ. ദെൻ ഇറ്റ് ഹാസ് 3 ഇലക്ട്രോൺ ഇൻ 3D സബ്ഷെൽ. മക്കളെ 3D സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടടാ? 3D സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. എന്നാലോ 4th പീരീഡ് ആണ്. അങ്ങനെ ആവുക? നമുക്കറിയാം 3D നിറക്കണമെങ്കിൽ ഫോറസ്റ്റ് നിറഞ്ഞിട്ടല്ലേ നമ്മൾ 3Dക്ക് വരുള്ളൂ അല്ലെ. അപ്പൊ ഫോറസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഏത് നിറച്ചത്? 3D നിറച്ചത്. എന്നിട്ട് ഈ രണ്ട് സൂചനകൾ ഹിന്റുകൾ തന്നിട്ട് 4th പീരീഡിലാണ് പക്ഷെ 3D സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിത് കണ്ടെത്തിട്ടോ. നമ്മൾ പറയാണ് അതിന്റെ സബ്ഷെൽട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എയുടെ സബ്ഷെൽട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. വളരെ സിമ്പിൾ അല്ലെ. ഇതിങ്ങനെ എഴുതി വരെ ഇത് എത്തുന്ന വരെ A = 1s2 then 2s2 2p6 3s2 3p6 3d3 4s2. Then write any two properties of elements belong to the block to which A belongs. മക്കളെ A ഉൾപ്പെടുന്ന D ബ്ലോക്കിലല്ലടാ. D ബ്ലോക്കിന് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരാളാണ് അല്ലെ, ക്യാരക്ടേഴ്സ് ഉള്ള ഒരാളാണ് D ബ്ലോക്ക്. എന്തൊക്കെയാണ്? They form colored compounds. They show similarity in both group and period. പിന്നെന്താ? They show different oxidation state. ഇതൊക്കെ എഴുതാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും പോയിന്റുകളാണ് 2 പോയിന്റ് എഴുതാൻ പറഞ്ഞിട്ടോ. ഇതിലെ ഡി ബ്ലോക്ക് എലമെന്റ് പഠിക്കുമ്പോൾ ഞാൻ ഈ ആദ്യം പറഞ്ഞ 3 റീസൺ ഓർക്കണേ. ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആവാനുള്ള റീസൺ പഠിക്കണം, കളേർഡ് കോമ്പൗണ്ട് ഉണ്ടാക്കാനുള്ള റീസൺ പഠിക്കണം, അതേപോലെ ഗ്രൂപ്പിലും പീരീഡിലും സിമിലാരിറ്റി പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കാനുള്ള റീസണും പഠിച്ചു വെക്കണേ. ദെൻ അടുത്തത് ഓർബിറ്റൽസ് ആൻഡ് സബ്ഷെൽസ് ആർ അസോസിയേറ്റഡ് വിത്ത് സർട്ടൻ ക്വാണ്ടം നമ്പർ. ക്വാണ്ടം നമ്പർ പറയുമ്പോൾ തന്നെ നമുക്ക് 3 എണ്ണം അല്ലെ. പുതിയതായി ആഡ് ചെയ്ത ടോപ്പിക്കാണ്, പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ്. ആഡ് ചെയ്ത ടോപ്പിക്കുകൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സാധനമായിട്ടത്. 3 ടൈപ്പ് ക്വാണ്ടം നമ്പർ ഉണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ n അല്ലെ, എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള ഷെൽ നമ്പർ. അതേ അടുത്തത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ L. അതെന്താ? അത് സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ. S ആണെങ്കിൽ
എൽ വാല്യൂ 0 ആണെങ്കിൽ എസ് ആണ്, എൽ വാല്യൂ 1 ആണെങ്കിൽ പി സബ്ഷെൽ ആയിരിക്കും, എൽ വാല്യൂ 2 ആണെങ്കിൽ ഡി സബ്ഷെല്ലോ, എൽ വാല്യൂ 3 ആണെങ്കിലോ എഫ് സബ്ഷെൽ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽസിന്റെ എണ്ണാണ്. ഓരോ സബ്ഷെല്ലിലും എത്ര ഓർബിറ്റൽ ഉണ്ട്, എത്ര ഓർബിറ്റൽ, ഹൗ മെനി ഓർബിറ്റൽ എന്ന് ചോദിക്കാം, ഹൗ മെനി ഓറിയന്റേഷൻ എന്ന് ചോദിക്കാം, രണ്ടും ഒരേ എണ്ണമാണ് അല്ലെ. അപ്പോ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അഥവാ എം വാല്യൂ എന്ന് പറയുന്നത് ഓരോ സബ്ഷെല്ലിലുമുള്ള ഓർബിറ്റലുകളുടെ അതിലുള്ള ഓറിയന്റേഷനുകളുടെ എണ്ണമാണ്. അപ്പൊ ആലോചിച്ച് നോക്കി, ഇപ്പോ ഡി സബ്ഷെല്ലിന് എത്ര ഓറിയന്റേഷൻ ഉണ്ടാവും? അപ്പൊ ആലോചിക്കുക, ഡി സബ്ഷെൽ എന്ന് പറയുമ്പോൾ 10 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം അല്ലെ. അപ്പൊ അതിന്റെ പകുതി എത്രയാടാ? 5. അപ്പൊ 5 ഓർബിറ്റൽ ആണ്, 5 ഓർബിറ്റൽസ് ഉണ്ടാവുക. അപ്പൊ 5 ഓറിയന്റേഷൻ ആണ്. ഓർബിറ്റലിന്റെ എണ്ണോ ഓറിയന്റേഷൻ എണ്ണോ സെയിം ആണ്, പേടിക്കൊന്നും വേണ്ട. എഫ് സബ്ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം? എത്രയാണ്? 14 അല്ലെ. 14ന്റെ പകുതി എത്രയാണ്? 7. അപ്പോ ഈ എഫ് സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ടാവും? 7. എഫ് സബ്ഷെല്ലിൽ ഹൗ മെനി ഓറിയന്റേഷൻസ് ആർ ഫോർ എഫ് സബ്ഷെൽ എന്ന് ചോദിച്ചാലും ആൻസർ 7 അല്ലെ. ഇനി പി സബ്ഷെല്ലിൽ എത്ര ഓറിയന്റേഷൻസ് ഉണ്ട്? പി സബ്ഷെല്ലിന്, പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം? 6. അപ്പൊ അതിന്റെ പകുതി എത്ര? 3. 3 ഓർബിറ്റൽ, 3 ഓറിയന്റേഷൻ, അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ദെൻ ഫൈൻഡ് എൻ പ്ലസ് എൽ വാല്യൂ ഓഫ് 3p ആൻഡ് 4s. ഏതൊക്കെയാണ്? 3p യും 4s ഉം. എന്താ എഴുതാൻ പറഞ്ഞത്? എൻ പ്ലസ് എൽ വാല്യൂ. നമ്മൾ ആദ്യം എൻ വാല്യൂ കാണാം അല്ലെ. എൻ വാല്യൂ ഇവിടെ 3, ഷെൽ നമ്പർ ആണല്ലോ, ഇവിടെ 4. ഇത് രണ്ടാൾ എൽ വാല്യൂ കാണാം. പി സബ്ഷെല്ലിന്റെ എൽ വാല്യൂ 1, എസ് സബ്ഷെല്ലിന്റെ എൽ വാല്യൂ 0. കൂട്ടി നോക്കുക, 4 4. രണ്ടാക്കും എൻ പ്ലസ് എൻ വാല്യൂ സെയിം ആണ്. അപ്പൊ നമ്മൾ രണ്ടാൾക്കും കണ്ടു കേട്ടോ. വിച്ച് ഓഫ് ദം ഹാസ് മോർ എനർജി? ആർക്കാണ്? രണ്ടാൾക്കും സെയിം ആണ് എൻ പ്ലസ് എൽ വാല്യൂ. അപ്പൊ ആർക്കാ എനർജി കൂടുതൽ? നമ്മൾ നേരത്തെ പറഞ്ഞു എൻ പ്ലസ് എൽ വാല്യൂ നോക്കിയിട്ട് എനർജി കാണുക. അതുകൊണ്ടാണ് നമ്മൾ 3D നടക്കുന്നതിന് മുമ്പ് 4s നിറച്ചതെന്നൊക്കെ പറഞ്ഞല്ലോ അല്ലെ. 4s എൻ പ്ലസ് എൽ വാല്യൂ കുറവാണ്, അപ്പൊ എനർജി കുറവാണ്. എൻ പ്ലസ് എൽ വാല്യൂ കുറവാണെന്ന് പറഞ്ഞാൽ എനർജി കുറവാണ്. അപ്പൊ ഇതാണ് ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക. ഇവിടെ രണ്ടാക്കും സെയിം എൻ പ്ലസ് എൽ വാല്യൂ. അപ്പൊ എങ്ങനെ എനർജി നോക്കുക? അപ്പൊ നോക്കുക, എന്ത് പ്രിൻസിപ്പിൾ കൊണ്ട് നമ്പർ നോക്കുക, എൻ വാല്യൂ നോക്കുക. എൻ വാല്യൂ മാത്രം നോക്കിയാൽ മതി. ഈക്വൽ ആണെങ്കിൽ എൻ വാല്യൂ മാത്രം നോക്കിക്കോളി. ഇവിടെ ആർക്കറിയാം എൻ വാല്യൂ കുറവായിരിക്കാം? 3 ആണ്. അപ്പൊ അതിനാണ് കുറഞ്ഞ എനർജി. ആർക്കാ എൻ വാല്യൂ കൂടുതൽ? മുമ്പിലുള്ള നമ്പറിലെ എൻ വാല്യൂ പ്രിൻസിപ്പിൾ കൊണ്ട് നമ്പർ അത് കൂടുതലായിരിക്കാം 4sന്. അപ്പൊ അതിനാണ് എനർജി കൂടുതൽ. സിമ്പിൾ. അടുത്തത്, എ സബ്ഷെൽ ഹാസ് എൻ വാല്യൂ 3 ആൻഡ് എൽ വാല്യൂ 2. എൻ വാല്യൂ 3 ആൻഡ് എൽ വാല്യൂ 2 എന്ന് പറഞ്ഞാൽ ഡി വരണ്ട മക്കളെ. S0, P1, D2. Okay, then represent the given subshell. Represent ചെയ്തു 3D ആണ്. What is the maximum number of electrons that can be accommodated in this subshell? D subshellil accommodate ചെയ്യാൻ കഴിയുന്ന maximum number of electrons എത്രയാണ്? 10. How many orientations? മക്കളെ, how many orientation എന്ന് ചോദിച്ചാലും how many orbitals എന്ന് പറയുന്നത് സെയിം ആണ് മനസ്സിലാക്കട്ട. ഡിയിൽ നമുക്ക് 10 ഇലക്ട്രോൺ നിറക്കാൻ അതിന്റെ പകുതി ഓർബിറ്റൽ മതി. അപ്പൊ 5 ഓർബിറ്റൽ അഥവാ 5 ഓറിയന്റേഷൻ ആണുള്ളത് മനസ്സിലാക്കട്ട. ഓക്കെ, അപ്പോ ഓറിയന്റേഷൻ എണ്ണം, ഓർബിറ്റൽ എണ്ണം 5 ആണ്. അടുത്ത ചോദ്യം, 3 statements are given. ഏതൊക്കെയാണ് മക്കളെ സ്റ്റേറ്റ്മെന്റ്? 1, ഗ്രൂപ്പ് 3 to 12 ആർ ഇൻക്ലൂഡ് ഇൻ ഡി ബ്ലോക്ക്. കറക്റ്റ് അല്ല മക്കളെ? 1, 2 ആദ്യത്തെ 2 ഗ്രൂപ്പുകൾ എസ് ബ്ലോക്ക്, 3 to 12 ഡി ബ്ലോക്ക്, 13 to 18 പി ബ്ലോക്ക്. കറക്റ്റ് ആണല്ലോ? കറക്റ്റ് ആണ്, ഉഷാർ. പി ബ്ലോക്ക് എലിമെന്റ്സ് ആർ പ്ലേസ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് പീരിയഡ് ടേബിൾ. പീരിയഡ് ടേബിളിന്റെ അടിയിൽ ബോട്ടത്തിലുണ്ട് 2 വരികൾ ഇങ്ങനെ കിടക്കണം അല്ലെ. ഇവര് പറയാം അതാണ് പി ബ്ലോക്ക്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ആ താഴെ കിടക്കുന്ന 2 ആൾക്കാര് സംശയം ഉണ്ടോ? എവിടെ താഴെ, എന്ത് താഴെ? സംശയമുള്ളവര് ഒന്ന് നോക്കിക്കോളൂ മക്കളെ. നമ്മൾ നേരത്തെ കണ്ടല്ലോ പീരിയഡ് ടേബിൾ. പീരിയഡ് ടേബിൾ, ഈ പീരിയഡ് ടേബിൾ നോക്കി നിങ്ങള്. ഈ പീരിയഡ് ടേബിളില് എന്താണ്? ഇവിടെ നമ്മള് ഈ പീരിയഡ് ടേബിൾ നോക്കുമ്പോഴാ ഈ പീരിയഡ് ടേബിളില് ഇതാണ് നിങ്ങള്. ഈ പീരിയഡ് ടേബിൾ 1, 2, 3, 4, 5, 6, 7. അപ്പൊ ഇവിടെ 6, ഇത് 6th പീരീഡ്, ഇത് 7th പീരീഡ്. ഈ 6th പീരീഡില് 57 to 71, 6th പീരീഡിൽ 57 മുതൽ 71 വരെയുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്ന ലന്താനത്തിൽ തുടങ്ങി 57 തുടങ്ങി 71 അവസാനിക്കണത്. 7th പീരീഡിൽ വരുന്ന 89 മുതൽ 103 വരെയുള്ള ആൾക്കാരാണ് ഇവിടെ താഴെ ആക്ടിനൈഡ്സ് അല്ലെ. ഈ 6th പീരീഡിൽ വരേണ്ട ആളുകളെ താഴേക്ക് ഇറക്കി നിർത്തി അവരെ ലാന്തനൈഡ്സ് എന്ന് വിളിച്ചു. 7th പീരീഡിൽ വരുന്നവരാണ് ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ആക്ടിനോയിഡ്സ് അവര് താഴെയുണ്ട്. ഇത് രണ്ടും പി ബ്ലോക്ക് ആണെന്നാണ് അവിടെ പറഞ്ഞത്. മക്കളെ ശരിയാണോ? അല്ല, അത് പി ബ്ലോക്ക് അല്ല. അതേതാണ്? അത് ഏത് ബ്ലോക്കാണ്? എഫ് ബ്ലോക്ക് ആണ്. അപ്പൊ ഇത് ശരിയാണോ? പൊട്ട തെറ്റാണല്ലേ. അയോണൈസേഷൻ എൻതാൽപി ഇൻക്രീസസ്
മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ്. മക്കളെ വേഗം സൈസ് ആലോചിച്ചോളി. ഏത് ഗ്രൂപ്പിലും താഴത്തേക്ക് പോണിയനുസരിച്ച് എന്ത് ചെയ്യണേ? സൈസ് ഇങ്ങനെ കൂടി ഇങ്ങനെ വരികയാണ് അല്ലെ. എന്തുകൊണ്ടാണ് ഗ്രൂപ്പിൽ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ പോണിയനുസരിച്ച് സൈസ് ഇങ്ങനെ കൂടാനുള്ള കാരണം എന്താ മക്കളെ? ഷെല്ലിന്റെ എണ്ണം കൂടി വരികയാണ്. ഒരാൾ താഴത്തേക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത പീരീഡ് എത്തി, അതിന് താഴത്തെ അടുത്ത പീരീഡ് എത്തി. അപ്പൊ അങ്ങനെ പീരീഡ് നമ്പർ തന്നെ ഷെൽ നമ്പർ അല്ലേ? ആണ്. അപ്പൊ ഇങ്ങനെ താഴേക്ക് പോണിയനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? സൈസ് കൂടുന്നുണ്ട്. സൈസ് കൂടുമ്പോ അയണൈസേഷൻ എൻതാൽപ്പി കുറയില്ല മക്കള് ചെയ്യാം. സൈസ് കൂടുമ്പോ ഇവിടുന്ന് ന്യൂക്ലിയസ് അങ്ങോട്ടുള്ള അട്രാക്ഷൻ വളരെ കുറയില്ലേ? അപ്പൊ കുറഞ്ഞ അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളൂ. ഈ പോയിന്റ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ആണ്. ഈ പോയിന്റ് ശരിയാണോ? തെറ്റാണ്. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയുള്ളൂ. ബി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. Statement 2 and 3 are not correct. അടുത്തത് the atomic number of element is 22. Write the substituent configuration. ഇത് ചോദ്യമാണല്ലേ. നേരെ അറ്റോമിക് നമ്പർ എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കോൺഫിഗറേഷൻ എഴുതാൻ പറയാൻ. ആയിക്കോട്ടെ, ഒരു ചോദിച്ചതല്ലേ, നമ്മളെ പറ്റിക്കാണേ, നമുക്ക് അറിയില്ല നോക്കാൻ വേണ്ടി. അപ്പൊ എഴുതിക്കോളൂ. 1s2 2s2 2p6 3s2 3p6 4s2. അതെന്താ സാറേ ഇങ്ങനെ 3p6 കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് 4s2 എഴുതിക്കണ്? അറ്റോമിക് നമ്പർ 20യിൽ കൂടുതലുണ്ടെങ്കിൽ, 20യേക്കാൾ കൂടുതലുണ്ടെങ്കിൽ ആര് വരും? 3d വരും. അപ്പൊ 3p കഴിഞ്ഞ് 4s നിറച്ചിട്ട് 3d നിറക്കാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇനി 3d നിറക്കാൻ പോവാണ്. 4s2 ആയ 20 ആയി എന്ന് മനസ്സിലാക്കണം. 20 കഴിഞ്ഞ് എത്ര ഉണ്ടടാ? 2 എണ്ണം കൂടെ ഇവിടെ ഉള്ളൂ. അപ്പൊ 3d2 4s2. മക്കളെ അടുത്തത് വിച്ച് ഗ്രൂപ്പ് കാണാൻ 3ഡിൽ അവസാനിച്ചാൽ, ഡി ബ്ലോക്കിൽ അവസാനിച്ചാൽ D+4s, ഡിയിൽ 2 4s 2 2 എത്രയാടാ? 2 + 2 3 4. Then a few subshells are given. ഏതാണ് സബ്ഷെൽ കൊടുത്തിട്ട്? ഏതൊക്കെയാടാ? 3d സബ്ഷെൽ ഉണ്ട്, then 4s സബ്ഷെൽ ഉണ്ട്, then 4f സബ്ഷെൽ ഉണ്ട്, 5d സബ്ഷെൽ ഉണ്ട്. ഇതെന്താ നമ്മോട് കാണാൻ ചോദിക്കുന്നത്? ഓരോന്നിന്റെയും n വാല്യൂം എൽ വാല്യൂം കണ്ടുനോക്കുക. മുന്നിലുള്ള ഷെൽ നമ്പർ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അഥവാ n വാല്യൂ എന്ന് പറയുന്നത്. മുന്നിലുള്ള നമ്പർ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അഥവാ n വാല്യൂ ഷെൽ നമ്പർ. ഓരോ സബ്ഷെല്ലിന്റെ എൽ വാല്യൂ, ഡിയുടെ എസിന്റെ എത്രയാടാ? 0, പിന്റേത് 1, ഡിന്റേത് 2, 3d 2, ഇതും 2 അല്ലെ. എഫിന്റെതോ 3. കണ്ടു n വാല്യൂ എൽ വാല്യൂ ഓരോത്തിന്റെ കണ്ടു. ഫൈൻഡ് ദി n + l വാല്യൂ and arrange the given subshell increasing order of energy അല്ലെ. n + l വാല്യൂ കണ്ടിട്ട് ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ആ രൂപത്തിൽ എഴുതാനാ. അത് നമ്മൾ പറഞ്ഞു കുട്ടികളെ, ഈ എനർജി നോക്കുമ്പോ നമ്മൾ n വാല്യൂ മാത്രം നോക്കിയിട്ടില്ല, n + l വാല്യൂ നോക്കിയിട്ട്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യമല്ലേ, അതായത് എന്തുകൊണ്ട് നിങ്ങൾ 3d നിറക്കാതെ 4s നിറച്ചു? അവിടെ n വാല്യൂ മാത്രം നോക്കിയിട്ടല്ല, അങ്ങനെയാണ് റീസൺ തന്നിരുന്നത്. അതുകൊണ്ട് നമ്മൾ റീസൺ ശരിയാണ്, പക്ഷെ എന്റെ എക്സ്പ്ലനേഷൻ എല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ, കാരണം അത് n വാല്യൂ മാത്രം എന്ന് പറഞ്ഞത്. എന്നാൽ n + l വാല്യൂ നോക്കിയിട്ടുണ്ട്. ആർക്കാണോ n + l വാല്യൂ കുറവ് അയാൾക്കാണ് എനർജി കുറവ്. ആർക്കാണോ n + l വാല്യൂ കൂടുതൽ അയാൾക്കാണ് എനർജി കൂടുതൽ. n + l വാല്യൂ എനർജി കുറവുള്ള സബ്ഷെല്ലാണ് ആദ്യം ഇലക്ട്രോൺ നിറക്കുക, എനർജി കൂടിയതിലാണ് പിന്നെ ഇലക്ട്രോൺ നിറക്കുക. നമ്മൾ ഓരോന്ന് കാണട്ടാ. 3d യുടെ n + l വാല്യൂ 3 + 2 = 5. 4s-ന്റേത് 4 + 0 = 4. 4f-ന്റേത് 4 + 3 = 7. 5-ന്റേത് 5 + 2 = 7. ഓക്കെ, ആർക്കാണ് ഏറ്റവും കുറഞ്ഞ n + l വാല്യൂ ഉള്ളത്? ഇയാൾക്കാണ്. അപ്പൊ ഏറ്റവും എനർജി കുറവ് 4s-ന്. ഇനി അതിനേക്കാൾ വലുത് എഴുതാൻ പോവാണ്. അപ്പൊ വലുതിന് നേരെ വായന തുറന്നു നിൽക്കുന്ന ചിഹ്നം. 4 കഴിഞ്ഞാൽ അതിനേക്കാൾ എനർജി n + l വാല്യൂ പിന്നെ ആർക്കാ? 3dക്കാണ്. അപ്പൊ 4s-നേക്കാൾ എനർജി കൂടുതൽ 3dക്ക്. പിന്നെ നോക്കി നിങ്ങൾ 4f-നും 5dക്കും ഒരേ അല്ലേ n + വാല്യൂ സെയിം അല്ലടാ. അപ്പൊ എന്ത് ചെയ്യും നമ്മൾ? അപ്പൊ അവിടെ n വാല്യൂ മാത്രം നോക്കിയാൽ മതി മക്കളെ. ആരാണ് n വാല്യൂ കുറവ്? ഇതാണ് n വാല്യൂ കുറവ്. 5-നേക്കാളും കൂടുതലല്ലേ. അപ്പൊ 4f-നേക്കാളും എനർജി കൂടുതൽ 5d. ഇതാണ് ഇവരുടെ എനർജി കൂടി വരുന്ന ക്രമം കേട്ടോ. അപ്പോ n + l വാല്യൂ നോക്കിയിട്ടാണ് എനർജി തീരുമാനിക്കുക. n + l വാല്യൂ കൂടി വരുന്ന ക്രമത്തിലാണ് നമ്മൾ സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ ഫീൽ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങൾ. അല്ലാത്ത വേറെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ
ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ. താഴെ കമന്റ് എഴുതാതെ നിങ്ങൾ ഈ ഫോൺ വെച്ച് പോകരുത്. കമന്റ് രേഖപ്പെടുത്താം, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മക്കളെ ഈ ചാനലിന്റെ ലിങ്ക്, നമ്മുടെ സ്റ്റഡി ടേബിൾ ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ക്ലാസ്സിന്റെ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക്, ക്ലാസ് വളരെ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക മറക്കരുത്. അപ്പോ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. കൂടെ നിങ്ങളുടെ കൂടെ നല്ല മാർക്കിൽ നിങ്ങൾ എത്തിക്കാൻ സ്റ്റഡി ടേബിൾ ചാനൽ എന്നും കൂടെ ഉണ്ടാവും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.